അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. ഇന്ന് നമ്മൾ പെരുന്നാളുടെ തലേ ദിവസം തൊട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ എൽഡർ ബ്രദർ റാസൽ കൈമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഈദ് ഹോളിഡേയ്സിനാണ് നമ്മളടുത്ത് വരാറ്. അങ്ങനെ ബ്രദറിനെ പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൂമിലെത്തി കുറച്ചു നേരം സംസാരമൊക്കെ കഴിഞ്ഞ് ഫൈസി റാസൽ കൈമിൽ വന്നതുകൊണ്ട് തന്നെ അവനിക്ക് അത്യാവശ്യം ക്ഷീണമുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുമുണ്ട്, പിന്നെ പോരാത്തിന് നോമ്പുമല്ലേ, അതുകൊണ്ട് നമ്മൾ എവിടെയും പോകാനൊന്നും നിന്നില്ല. അങ്ങനെ വന്ന് നേരെ കടന്നുറങ്ങി. പിന്നെ നമ്മൾ സാധാരണ നോമ്പിന് ചെയ്യുമ്പോൾ തന്നെ അസറിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയത്. പിന്നെ അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം അവരെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും എൻ്റെ ബ്രദർ എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾക്ക് പിന്നെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാത്തിനും ആൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ വീട്ടിലെല്ലാം വിളിച്ച് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രോസറിയിലൊക്കെ പോയിട്ടാണ് റൂമിലോട്ട് തിരിച്ചു വന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈദ് ഡേൻ്റെ അന്ന് തന്നെ ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായി. അതുകൊണ്ട് രാവിലെ മുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. ബട്ട് അൽഹംദുലില്ലാഹ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഉഷാറായിരുന്നു. പെരുന്നാളായതുകൊണ്ട് തന്നെ എവിടെ പോയാലും നല്ല ക്രൗഡായിരിക്കും. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പാർക്കിലും പിന്നെ അതുപോലെ തന്നെ ബീച്ചിലും പോയിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത്. ഇവിടെ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് മാത്രമാണ് അലൗഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ കുട്ടി വ്ളോഗ്.